കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രി അഴിമതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങൾ തിയോഫിൻ നൽകും. തിയോഫിൻ, കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ? അതിര, ഈ ഇരിങ്ങാലക്കുട കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ അഴിമതിയിൽ, അവിടെ നടന്നിട്ടുള്ള അഴിമതിയിൽ അടിയന്തരമായി തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി ജി അനിലിന്റേതാണ് ഉത്തരവ്. നിരവധി അഴിമതികൾ, അതായത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ നടന്നിട്ടുള്ളത്. കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളതാണ് ഈ ആശുപത്രി. കോൺഗ്രസ് KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ആണ് ഈ ആശുപത്രിയുടെ ചെയർമാൻ, ആശുപത്രി അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. പ്രസിഡന്റായിരിക്കുന്ന ഈ ജാക്സൺ ഇതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ മറ്റൊരു സഹകരണ ബാങ്കുണ്ട്, അതിന്റെയും ചെയർമാനാണ്. ഈ നിരവധി അഴിമതികൾ, അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആശുപത്രിയുടെ നിർമ്മാണം മുതൽ, സാധാരണ സഹകരണ സ്ഥാപനം നിർമ്മിക്കുമ്പോൾ സഹകരണ രജിസ്ട്രാറുടെ അനുമതി വാങ്ങിയ ശേഷം മാത്രമാണ് കെട്ടിട നിർമ്മാണം നടത്തേണ്ടത്. അത്തരത്തിൽ സഹകരണ രജിസ്ട്രാറുടെ അനുമതി വാങ്ങാതെയാണ് ഈ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. 7 കോടിയോളം രൂപ ചെലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ട്. ബില്ലുകൾ കൂട്ടിക്കാണിച്ചും വ്യാജ ബില്ലുകൾ ചേർത്തും 2 കോടിയോളം രൂപയുടെ അഴിമതി ഈ നിർമ്മാണത്തിൽ തന്നെ നടന്നിട്ടുള്ളതായി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹർജി ഫയൽ ചെയ്യുന്നത് പൊതുപ്രവർത്തകനായ സന്തോഷ് ബോബനാണ്. 2015 വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. അതോടൊപ്പം വിജിലൻസിൽ നൽകിയ പരാതിയിൽ തന്നെ ഒന്നിലധികം തവണ ദ്രുതാന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടുകളിൽ തൃപ്തിയില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് വിജിലൻസ് കോടതി ഇപ്പോൾ വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 കോടിയോളം രൂപയ്ക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 കോടിയോളം രൂപയ്ക്ക് നിർമ്മാണം നടത്തിയതിൽ 2 കോടിയോളം രൂപയുടെ വ്യാജരേഖകൾ സൃഷ്ടിച്ച് പണം അപഹരിച്ചതായി തന്നെ നേരത്തെ സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആദ്യ വർഷങ്ങളിൽ പലപ്പോഴും പല ഓഡിറ്റ് റിപ്പോർട്ടുകളിലും ഈ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പിൽ നിന്ന് അനുവാദം വാങ്ങാതെ ധനകാര്യ സ്ഥാപനമായ ഹഡ്കോയിൽ നിന്ന് ഈ ആശുപത്രിയുടെ പേരിൽ വായ്പ എടുത്ത് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആശുപത്രിയുടെ പ്രസിഡന്റായ MP ജാക്സൺ തന്നെ പ്രസിഡന്റായിരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ആശുപത്രി ഭരണസമിതി അല്ലെങ്കിൽ ബോർഡിൽ അംഗീകരിക്കാതെ സമർപ്പിക്കാതെ ഈ ആശുപത്രിയുടെ വസ്തു പണയം വെച്ച് കോടിക്കണക്കിന് രൂപ അവിടെ നിന്നും വായ്പ എടുത്തു. ഇതും ബാധ്യത ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി ബാധ്യതകൾ ആശുപത്രിക്ക് ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് 2015 ഈ പരാതി. ആ തുടക്കകാലത്ത് തന്നെ 1985 A ക്ലാസ് അംഗങ്ങൾ, ഈ പരാതി നൽകുന്ന കാലഘട്ടത്തിൽ 1985 A ക്ലാസ് അംഗങ്ങളും 25 B ക്ലാസ് അംഗങ്ങളും സർക്കാർ ഉൾപ്പെടെ 23 C ക്ലാസ് അംഗങ്ങളുമാണ് ആശുപത്രിയുടെ ഈ സഹകാരികളായി ഉണ്ടായിരുന്നത്. ഇതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. തുടക്കകാലത്ത് ഒരു സഹകരണ സ്ഥാപനത്തിന് സർക്കാർ നൽകുന്ന ഷെയർ അത് പിന്നീട് തിരിച്ചു നൽകേണ്ടതാണ്. അത് തിരിച്ചു നൽകിയിട്ടില്ല. മറ്റൊന്ന്, ഈ ആശുപത്രിയിൽ തന്നെ ഒരു സ്കാനിംഗ് സെന്റർ ഉണ്ട്. അതായത് ആശുപത്രി ഡയറക്ടർ ബോർഡിലുള്ള ചിലർ കൂടി ചേർന്ന് ഉണ്ടാക്കിയ മറ്റൊരു സ്ഥാപനമാണ് ഇരിങ്ങാലക്കുട സ്കാൻ ആൻഡ് റിസർച്ച് സെന്റർ എന്ന പേരിൽ ഉണ്ടാക്കിയത്. ആശുപത്രിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിനു വേണ്ട സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, യന്ത്ര സാമഗ്രികളെല്ലാം വാങ്ങിയത്. ഇത് സ്കാനിംഗ് സെന്റർ ആശുപത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുകയോ ഇതിന്റെ ലാഭം ആശുപത്രിക്കോ അല്ല. എന്നാൽ ആശുപത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത് വാങ്ങുകയും ആശുപത്രിയിൽ ഒരു സ്ഥലം നിസ്സാര വാടകയ്ക്ക്, പേരിന് മാത്രം ഒരു വാടക ഈടാക്കി 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഈ സ്കാനിംഗ് സെന്ററിന് വേണ്ടി നൽകുകയും ചെയ്തു. ആശുപത്രിയുടെയും സ്കാനിംഗ് സെന്ററിന്റെയും അക്കൗണ്ടുകൾ വ്യത്യസ്തമാണ്. സ്കാനിംഗ് സെന്ററിന്റെ വരുമാനം ആശുപത്രിക്കല്ല പോകുന്നത്. ഇവർ നിശ്ചയിച്ചിട്ടുള്ള ഈ നിസ്സാര വാടക മാത്രമാണ് ആശുപത്രിക്ക് ലഭിക്കുന്നത്. സ്കാനിംഗ് സെന്ററിൽ നടക്കുന്ന സ്കാനിംഗ് ഉൾപ്പെടെയുള്ള വരുമാനം എല്ലാം ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഈ ബോർഡ് അംഗങ്ങൾ നിരവധി അഴിമതി നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ അധ്യക്ഷനായ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ MP ജാക്സൺ, അദ്ദേഹത്തിന്റെ പേരിലാണ് വലിയ അഴിമതി ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഈ പരാതിയിൽ തന്നെ 1ാം പ്രതിയാക്കിയിരിക്കുന്നത് MP ജാക്സനെയാണ്. അദ്ദേഹത്തെയും മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമുണ്ട്. MP ജാക്സന്റെ പേരിലുള്ള ആരോപണത്തിൽ ഒന്ന്, ഇദ്ദേഹം ഈ അഴിമതി നടത്തുന്ന കാലയളവിൽ ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ കോടതിയും അത് ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വരുമാനം കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഈ ആശുപത്രിയുടെ അധ്യക്ഷനായിരിക്കുന്ന കാലയളവിൽ തന്നെയാണ് ഒരു വലിയ കൺവെൻഷൻ സെന്റർ ഉണ്ട്, സെൻട്രൽ AC കൺവെൻഷൻ സെന്റർ.
ആ MCP കൺവെൻഷൻ സെന്റർ നിർമ്മാണം, അതിലേക്ക് ആശുപത്രിയിൽ നിന്നും അഴിമതി നടത്തിയ പണം പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റ് മുഖ്യപ്രതിയാകുമ്പോൾ വൈസ് പ്രസിഡന്റ് E ബാലഗംഗാധരൻ, സെക്രട്ടറിയായ KK ജോണി, മറ്റൊരു ഡയറക്ടർ K വേണു, K അബ്ദുറഹ്മാൻ, ഇങ്ങനെ നിരവധി പേർ ഇതിനകത്ത് മറ്റു പ്രതികളായി കൂട്ടുപ്രതികളായി വരുന്നുണ്ട്. ഇവർക്കെല്ലാം എതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി തിയോഫിൻ, കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രി അഴിമതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്.